നമുക്കവിടെ 4 ഉപമകളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വഴിയോരത്ത് വിതച്ച വിത്ത്. അവിടെ എഴുതിയിരിക്കുന്ന വചനം വിത്താണ്. അവിടെ പറയുന്നിരിക്കുന്ന വിത്ത് വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വഴിയോരത്തിൽ വിതയ്ക്കപ്പെട്ടത്. 2, പാറപ്പുറത്ത് വിതച്ചത്. 3, മുള്ളുകളുടെ ഇടയിൽ വിതച്ചത്. 4, നല്ല നിലത്തിൽ വിതച്ചത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ ദൈവവചനം ഫലം നൽകുകയുള്ളൂ. അത് യേശു വ്യക്തമായി പഠിപ്പിച്ചു. ലോകമോഹങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ബൈബിൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല, ഇല്ലയോ? ചിലർ പാറപ്പുറത്ത് പാറ പോലെയാണ് അവിടെ ഹൃദയം. കേൾക്കുമ്പോൾ ഒക്കെ സന്തോഷമാണ്, പിന്നെ അതിലൊരു ഫലം ഇല്ല. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഡിനോമിനേഷൻ എല്ലാം മാറ്റിവെച്ച, നമുക്ക് ഈ സ്റ്റഡിയിൽ ഡിനോമിനേഷൻ ഇല്ല, ആർക്കും പഠിക്കാം. അപ്പോൾ ഏതൊരു സഭയും ഒരു ഡിനോമിനേഷനും ഇല്ലാതെ ഒരു തുറന്ന മനസ്സോട് സത്യം അറിയണമേ എന്നൊരു പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദാവീദ് ഇപ്രകാരം പറഞ്ഞു, 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ സത്യങ്ങൾ അറിയുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ അറിയുവാൻ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ പഠിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ സത്യം അറിയണം എന്നുള്ള ഒരു ചിന്ത മാത്രം. പ്രൈസ് ദി ലോർഡ്. ഓരോ ഡിനോമിനേഷനും അവർ ഓരോ ആംഗിളിലാണ് പഠിക്കുന്നത് ബൈബിൾ. ഓരോരുത്തർക്കും ഓരോ രീതി. അവരത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാക്കാനും പറ്റത്തില്ല. നമുക്കങ്ങനെ വേണ്ട ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഒരുക്കിയതല്ല, നമ്മളാരും ഒരുക്കിയതല്ല. സ്വർഗത്തിലെ ദൈവം ഇത് നമ്മെ അറിയിക്കുവാൻ ആഗ്രഹിച്ചു. ഒരു പ്രാർത്ഥനയോടെ ദാവീദെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഡിനോമിനേഷൻ ഒന്നും വേണ്ട. യേശുവിൻ്റെ കാൽക്കൽ മറിയ ഇരുന്നതുപോലെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പോകാം. പലർക്കും വായിച്ചാലും ഗ്രഹിക്കാത്തൊരവസ്ഥയുണ്ട്. ചിലർ വീണ് വായിക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 26 മുതൽ 40 വരെയുള്ള വേദഭാഗം വായിക്കുന്ന സമയം അവിടെ ഒരു ഷണ്ണനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുള്ളി വേദപുസ്തകം വായിക്കുന്നത് സ്വർഗം ശ്രദ്ധിച്ചു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് കണ്ടു. പുള്ളി അത് വായിച്ചിട്ട് താൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗാസയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് തൻ്റെ മടക്കി യാത്രയിൽ യെശയ്യാ പ്രവാചകന്റെ ആ പുസ്തകം താൻ എടുത്ത് വായിക്കുന്നു. താൻ വായിക്കുന്നതൊന്നും ഗ്രഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം ഫിലിപ്പോസ് എന്ന ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവദാസനെ അങ്ങോട്ടായി. പ്രൈസ് ദി ലോർഡ്. താൻ ഓടിച്ചെന്ന് രഥത്തോട് ചേർന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഫിലിപ്പോസ് ചോദിച്ചു, ആമേൻ, നീ വായിക്കുന്നത് ആമേൻ വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. 8-30 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8-30 വാക്യം. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ, കണ്ടോ, ഈ ഷണ്ടൻ ഭക്തനാണ്, നല്ല ഭക്തനാണ്. യെരൂശലേം ദേവാലയത്തിൽ ചെന്നു അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കാഴ്ചകൾ സമർപ്പിച്ചു, പുസ്തകം നന്നായി വായിക്കുന്നു. നമ്മേക്കാൾ നല്ല സ്വഭാവമുണ്ട്. പക്ഷേ പുള്ളി ഒന്നും ഗ്രഹിക്കുന്നില്ല. താൻ ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സ്വർഗവും കണ്ടു. അപ്പൊ നിങ്ങൾ വായിക്കാത്തത് സ്വർഗം നോക്കത്തില്ലയോ?
നമ്മൾ വേദപുസ്തകം വായിക്കാതിരിക്കുന്ന സ്വർഗം നോക്കുമോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. നോട്ട് ക്രമമായി എഴുതിക്കോളെ, അപ്പം നിങ്ങൾക്ക് വേറെ ഒരാളെ കൂടെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ താൻ വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ല എന്ന് സ്വർഗം എന്ത് ചെയ്തു? കണ്ടു. നമ്മൾ ഓരോരുത്തരും വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ സ്വർഗം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരാൾ എനിക്ക് പൊരുൾ ധരിച്ചു തന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ അറിയുവാൻ കഴിയും? വായിക്കുന്നതിന് ഒരു കുറവുമില്ല. പക്ഷേ ആമേൻ, സ്തോത്രം. ഫിലിപ്പോസ് അങ്ങോട്ട് കയറിയിരുന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ യേശുക്രിസ്തുവിനെ കുറിച്ചാ സംസാരിച്ചത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു വെളിപ്പാട് ആ ഷണ്ടന് കിട്ടി. ഷണ്ടൻ ഇങ്ങനെ ചോദിച്ചു, ഇതാ വെള്ളമുണ്ടല്ലോ, സ്നാനമേൽക്കുവാൻ എന്ത് തടസ്സം? അപ്പോ എല്ലാം ഇത്രയും വായിച്ചെങ്കിലും സ്നാനപ്പെടണം എന്നുള്ള വെളിപ്പാട് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാ മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും ഇന്നും സ്നാനപ്പെടണമെന്ന് താല്പര്യം. പള്ളിയിൽ പോയാൽ എല്ലാം ശരിയായെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്നാനപ്പെടണോ വേണ്ടയോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒത്തിരി പേര് ബൈബിൾ വായിക്കുന്നില്ല. ബൈബിൾ വായിക്കാതെ വിട്ട ഒത്തിരി പേരുണ്ട്. ഞായറാഴ്ച മാത്രം അന്വേഷിച്ച് കണ്ടെത്തുന്നവരുണ്ട്, ബൈബിൾ തേടിയെടുക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് പോകാൻ ഒരു അലങ്കാരമായി കൊണ്ടുപോകുന്നതല്ല ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു വിഷയം, യേശുക്രിസ്തു അവസാനമായി ശിഷ്യന്മാരോട് 2 കൽപ്പന കൊടുത്തു. ഒന്ന്, യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യം. ആ ആ ആ ആ ആ ആ ഒന്ന്, സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടാൽ പഠിപ്പിച്ചുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു 500 രൂപയുടെ ഒരു നോട്ട് ഒരു വശത്ത് പ്രിന്റ് ആയിട്ടില്ല, ഒരു വശത്ത് മാത്രം പ്രിന്റ് ആയിട്ടുണ്ട്. അതിന്റെ വാല്യൂ എത്രയാണ്? പകുതി പ്രിന്റ് ആയതുകൊണ്ട് ഒരു 250 രൂപ കിട്ടത്തില്ലയോ? കിട്ടുമോ? ഇല്ല. ഒരു നോട്ടിന്റെ ഒരു വശത്ത് സകലം പ്രിന്റ് ആയിട്ടില്ല, വാല്യൂ ഉണ്ടോ? ഇല്ല. 2 വശവും ക്ലിയർ ആയാൽ മാത്രമേ ആ ഒരു നോട്ടിന് വാല്യൂ ഉള്ളൂ. ഒരു വിശ്വാസിയുടെ 2 ഭാഗം എന്നുള്ളത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് കഴിഞ്ഞാൽ 2-ാം ഭാഗം എന്നുള്ളത് വേദപുസ്തകം നന്നായിട്ട് ഗ്രഹിച്ച് പഠിച്ച് അത് അനുസരിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഇംഗ്ലീഷ് ബൈബിളിൽ ടീച്ച് ദം ടു ഒബേ, അനുസരിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കണമെന്നാണ്. യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്, ഒന്ന്, സുവിശേഷം അറിയിച്ച് എല്ലാവരെയും ശിഷ്യന്മാരാക്കി. യേശുവിൻ്റെ ശിഷ്യന്മാരായവർ യേശുവിൻ്റെ ഉപദേശം പഠിക്കണമെന്നാണ്. ഉപദേശം പഠിച്ചില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വാല്യൂ ഇല്ലാതെ പോകും. അറിയാമോ? 2 യോഹന്നാൻ അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. വായിക്കാം. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അപ്പോ ഇന്ന് ഒത്തിരി പേർക്ക് പള്ളിയിൽ പോയാൽ മാത്രം മതി, സ്നാനപ്പെടുകയും വേണ്ട. അങ്ങനെയുള്ളൊരു ചിന്തയാണ്. സ്നാനപ്പെടുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, ഇല്ല. പിന്നെ അനുസരിക്കുന്നത് എങ്ങനെയാ? അനുസരണക്കേടാ പാപം. അറിയാമോ? വേദപുസ്തകത്തിലെ 1-ാമത്തെ പാപം അനുസരണക്കേടാ.
ഇന്നും അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം, വേദപുസ്തകം ആമേ പഠിപ്പിക്കണമെന്ന് ആമേ യേശു കൽപ്പിച്ചപ്പോൾ വിശ്വാസികൾ എന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം, പഠിക്കണം. ദൈവദാസന്മാരോട് കൽപ്പിച്ചത്, ശിഷ്യന്മാരോട് കൽപ്പിച്ചത് സ്നാനപ്പെടുത്തണം, പഠിപ്പിക്കണം. അപ്പൊ വിശ്വാസികൾ സ്നാനപ്പെടണം, പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശങ്കൻ പറഞ്ഞതുപോലെ ഒരാൾ നമുക്ക് പൊരുൾ തിരിച്ചു തരുന്നില്ലെങ്കിൽ നാം എങ്ങനെ ഗ്രഹിക്കും? അതുകൊണ്ടാണ് ഈ സഭയ്ക്കകത്ത് ദൈവം ശുശ്രൂഷ വെച്ചപ്പോൾ 5 ശുശ്രൂഷയിൽ ഒരാൾ ടീച്ചറാണ്, ഇല്ലയോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 5 ശുശ്രൂഷകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവൻ നിയമിച്ചു. ചില ടീച്ചേഴ്സിനെ അവൻ സഭയ്ക്കകത്ത് നിയമിച്ചു. സഭയ്ക്കകത്തുള്ള ശുശ്രൂഷ എത്ര പേർ ചെയ്യുന്നു? ഒരു പാസ്റ്റർ പറഞ്ഞതുപോലെ പഠനത്തിനൊന്നും ആരും വരത്തില്ല പാസ്റ്റർ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഠിക്കണം പ്രിയമുള്ളവർ. പഠിച്ചില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വാല്യൂമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ബൈബിൾ സെമിനാർ ഒന്ന് ക്രമീകരിക്കുവാൻ ഇടയായത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ സ്തോത്രം, നിങ്ങൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടായിരിക്കുക. ആമേൻ. സ്തോത്രം. നമുക്ക് വേദപുസ്തകം എന്താണെന്ന് നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് വേദപുസ്തകം? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പെട്ടെന്ന് പറയും, അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. ആരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ വേദപുസ്തകം? പ്രൈസ് ദി ലോർഡ്. ആരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ വേദപുസ്തകം? ബൈബിൾ ഒരിക്കലും ക്രിസ്ത്യാനികളുടേതല്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ഒരിക്കലും ക്രിസ്ത്യാനിക്കുള്ളത് അല്ല. ബൈബിളിൽ 2 ഭാഗമുണ്ട്. ഒന്ന് പഴയ നിയമം, മറ്റൊന്ന് പുതിയ നിയമം. പഴയ നിയമം യഹൂദനുള്ളതാണ്, അത് യഹൂദ പ്രമാണമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം സർവജനത്തിന്റെ രക്ഷയ്ക്കായി ദൈവം കൊടുത്ത വെളിച്ചമാണ്. ഒരു ക്രിസ്ത്യാനിക്കുള്ളതല്ല ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വ്യക്തമായി പറയുന്ന ഒരു സത്യമാണത്. ഏതോ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഒരു പുസ്തകമാണെന്നല്ല. അതെല്ലാവരും ഓർക്കും. ഇപ്പൊ എല്ലാവരും പറയുന്ന അതെ സ്തോത്രം, ബൈബിൾ ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. ആര് ബൈബിളെ ഫോളോ ചെയ്യുന്നു, ആര് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു, അവരെ പറയുന്നതാണ് ക്രിസ്ത്യാനികൾ. അതും വേദപുസ്തകത്തിൽ പറഞ്ഞല്ല. ആമേ സ്തോത്രം, ജാതികൾ പറഞ്ഞതാണ് ക്രിസ്ത്യാനികൾ. വേദപുസ്തകത്തിലെ ദൈവമക്കൾക്കുള്ള പേര് ശിഷ്യന്മാരെന്ന്. യേശു കൽപ്പിച്ചതും അതാണ്, സകല ജാതികളെയും ശിഷ്യന്മാരാക്കുക. ഇവയെല്ലാം ക്രിസ്ത്യാനികളാണ്. രണ്ടിനും വ്യത്യാസമാണ്. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഗുരുവിനെ അനുഗമിക്കുന്നവൻ. 2, ഗുരുവിന്റെ മാർഗം മറ്റുള്ളവരെ അറിയിക്കുന്നവൻ. അതാണ് ഒരു ശിഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? ഇന്നെല്ലാം ക്രിസ്ത്യാനികളായി. അതിന് ക്രിസ്ത്യാനികൾ എന്നൊരു ആ വാക്കിന്റെ അർത്ഥം പോലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അതിനൊരു ഇതില്ല, ഇല്ലയോ? അങ്ങനെയാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈബിൾ ക്രിസ്ത്യാനികൾക്കുള്ളതല്ല. അതിന്റെ തെളിവായിട്ട് 1-2 വാക്യങ്ങൾ വേഗത്തിൽ എഴുതിയാട്ട്. ആമേ സ്തോത്രം. നോട്ട്സ് എടുക്കുന്നവർക്ക് എഴുതിയാട്ട്. ആമേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇങ്ങനെ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഒരു ജാതിയല്ല, ഇല്ലേ? ഒരു കൂട്ടത്തെ അല്ല, ഒരു രാജ്യത്തെ അല്ല, ഒരു ജാതിയല്ല. ഈ ലോകത്തെ യേശു സ്നേഹിച്ചു. അതുകൊണ്ട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലേ? സ്തുതിച്ചാട്.
പ്രൈസ് ദി ലോർഡ്. അഥവാ നമുക്കറിയാത്ത വചനത്തിലെ പിടിയില്ലാത്ത അതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ സ്തോത്രം. ഏതോ ഒരു ജാതിക്ക് ഏതോ ഒരു രാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ അയച്ചില്ല, ഈ ലോകത്തെ സർവമനുഷ്യന്റെ രക്ഷയ്ക്കായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം ഒന്ന് വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. യേശു പറഞ്ഞു, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ. കണ്ടോ ആ വേർഡ്? കണ്ടോ? ലോകത്തെ എന്നാ ഉപയോഗിച്ചിരിക്കും. ലോകത്തെ വിധിപ്പാൻ ഞാൻ വന്നില്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ 1-ന്റെ ആമേൻ സ്തോത്രം അതിന്റെ 29-ാം വാക്യം ഒന്ന് വായിച്ചാൽ. കണ്ടോ? ഇതാ ലോകത്തിന്റെ പാപം, ഇല്ലയോ? ലോകത്തിലുള്ള സകല മനുഷ്യരുടെ പാപങ്ങളും ആമേൻ സ്തോത്രം നീക്കിക്കളയുവാൻ വന്ന ഏക രക്ഷകൻ ക്രിസ്തു. സ്തുതിച്ചാടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു ലോകത്തിന്റെ രക്ഷകനാണ്. ഇന്ന് യേശുവിനെ ഒരു മതത്തിന്റെ തലവനാക്കി, വേദപുസ്തകത്തെ ക്രിസ്ത്യാനികൾക്കെന്നാക്കി അതിനെ അങ്ങനെ ക്ലോസ് ചെയ്തു. എല്ലാം കൂടെ വിശാലമായ കണ്ണുകൾ, ആ വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള കണ്ണുകൾ തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും പറയുക, ബൈബിൾ ക്രിസ്ത്യാനികൾക്കുള്ളതല്ല സഹോദര, നിനക്കുള്ളതും കൂടെയാ. സഹോദരി, നിങ്ങൾക്കുള്ളതും കൂടെയാ, ഇല്ലയോ? ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല ബൈബിൾ. ദൈവമേ സ്തോത്രം. അന്ത്യന്യായ നാളിൽ ന്യായവിധിക്ക് പോകുമ്പോ ദൈവം ചോദിക്കും, എൻ്റെ ദാസന്മാർ എത്രയോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഈ വാക്യങ്ങൾ, നീ ശ്രദ്ധിച്ചില്ല, കൂട്ടാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ലോകത്തെ വിധിക്കുന്നത് ഞാനല്ല, എൻ്റെ വചനം തന്നെ വിധിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇനി വായിച്ചാട്ടെ. യോഹന്നാൻ 6-ന്റെ 51-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 51, 4-ന്റെ 42 വായിക്കും. കണ്ടോ? ലോകത്തിന്റെ ജീവന് വേണ്ടി, ലോകത്തിലുള്ള സർവ മനുഷ്യരുടെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന മാംസം എൻ്റെ ശരീരം. യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എല്ലാ ജനത്തിനു വേണ്ടി എന്നുള്ള തെളിവാണ്. 4-ന്റെ 42 ഒന്ന് വായിച്ചാൽ. കണ്ടോ? നിന്റെ വാക്കുകൊണ്ടല്ല, അവൻ സാക്ഷാൽ ലോകരക്ഷകനെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അറിഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 4-ന്റെ 14-ാം വാക്യം. 1 യോഹന്നാൻ. കണ്ടോ? പിതാവ് പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനസ്സിലായോ? യേശു പ്രൈസ് ദി ലോർഡ് ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെ തലവനോ ഒരു രാജ്യത്തിന്റെ ദൈവമോ അല്ല. വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശു ലോകരക്ഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, അവൻ ലോകരക്ഷകനാണ്. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നു ഇത് വിശുദ്ധ ഗ്രന്ഥമല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇതിനേക്കാൾ വലിപ്പമുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇല്ലയോ? എന്നാൽ ഇതിന് മാത്രം അത്രയും പ്രാധാന്യം എന്താണ്? ഇതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാൻ കാരണം എന്താ? ആമേൻ സ്തോത്രം. അതിൻ്റെ ചില തെളിവുകൾ നമുക്ക് വേഗത്തിൽ നോക്കാം. 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസികമാകയാൽ മതി. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസികമാകയാൽ, എല്ലാ തിരുവെഴുത്തും ദൈവത്തിൽ നിന്ന് ഉണ്ടായതാ. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാ യെശയ്യാപ്രവചനം 51:4 അവിടെ എഴുതിയിരിക്കുന്നു, ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഉപദേശം, ദൈവം പറയുക, ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. വേദപുസ്തകത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രവചനം. എല്ലാവർക്കും അറിയാം പ്രവചനം. പ്രവചനം എങ്ങനെ ഉണ്ടാകുന്നു? പ്രവചനം എങ്ങനെ ഉണ്ടാകുന്നു? 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം. 2 പത്രോസ്. തിരുവെഴുത്ത് പ്രവചനമൊന്നും അത് സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല. പ്രവചനം ഒരിക്കലും അത് മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചനങ്ങൾ ദൈവത്തിന്റെ ഭക്തന്മാർ, വിശുദ്ധന്മാർ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ആമേ സംസാരിച്ചതാണ് പ്രവചനം. ഇന്നത്തെ അല്ല. അതിനോട് നമുക്ക് യോജിപ്പില്ല. വേദപുസ്തകത്തിൽ തെളിവില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ള വിശ്വാസികൾക്ക് അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ, ആത്മീകതത്തോട് ചേരുന്നതാണോ, ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നൊന്നും ചിന്തയല്ല. വചനം പഠിച്ചില്ലെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ് പ്രവചനം? അതൊക്കെ സബ്ജക്റ്റായിട്ട് പഠിക്കണം. എന്താണ് പ്രവചനം? എങ്ങനെ പ്രവചനം ഉണ്ടാകുന്നു? ഇല്ലയോ? കള്ളപ്രവചനത്തെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്തിനാണ് പ്രവചനം? ഇതൊക്കെ നമ്മൾ പഠിക്കണം. കഥാ പരിപാലിച്ചാൽ സ്തോത്രം പിന്നെയുള്ള സമയങ്ങൾ നമുക്ക് പഠിക്കാം. 4-ാമത്തെ വിഷയം, വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ദൈവം താൻ ഡയറക്റ്റായിട്ട് എഴുതി കൊടുത്തതുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 31 അതിൻ്റെ 18-ാം വാക്യം. പുറപ്പാട് പുസ്തകം 31 18-ാം വാക്യം. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ സാക്ഷ്യപലക 2 അവന്റെ കയ്യിൽ കൊടുത്തു. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയതാ, ദൈവം എഴുതി കൊടുത്തതാ. മനസ്സിലാവുന്നുണ്ടോ? വേദപുസ്തകത്തിലുള്ള ചില ഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇത് വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം അന്ന് മുതൽ എനിക്കറിയാമെന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ബ്രദറിന് അല്പം പഠിക്കാനുണ്ട്, സംശയമുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കാരൻ വന്ന വരത്തിൽ ഇരുന്നുമില്ല, ഒന്നും ചോദിച്ചുമില്ല. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി എന്താ പറഞ്ഞെന്നറിയാമോ? വളരെ ആവേശത്തോട് ശബ്ദത്തോട് ഇങ്ങനെ പറഞ്ഞു, തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മയും പൂച്ച പൂച്ച എന്ന് പറയും. ബൈബിൾ പറയുന്നതെല്ലാം അനുസരിക്കണം. എവിടെ എഴുതിയിരിക്കുന്നു? ആരെഴുതി ബൈബിൾ? ഓരോ ഞാൻ ഒന്നും വേണ്ടിയില്ല. കാരണം ഇങ്ങനെ കുരയ്ക്കുന്ന പട്ടിയോട് പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ല. അതിൻ്റെ അടിസ്ഥാന പ്രകാരം പഠിക്കണം. പണ്ടൊരാൾ എന്നോട് സംസാരിക്കാൻ വന്നു. രാവിലെ മുതൽ ഉച്ച വരെ സംസാരിച്ചിട്ടും പുള്ളി ഒന്നും വിടത്തില്ല. ഞാനും വചനം എടുത്തെടുത്ത് പറഞ്ഞു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും, ബൈബിൾ മാറ്റി വയ്ക്കും. ബൈബിൾ പുള്ളിക്ക് വചനം അറിയത്തില്ല, എങ്കിലും സംസാരിക്കണം. എങ്ങനെ? ഇല്ല, ബൈബിൾ അറിയത്തില്ല എങ്കിലും സംസാരിക്കും. ബൈബിൾ എവിഡൻസോടെ പറയുക, വചന ആധാരത്തോടെ പറയുക. അത് വാല്യൂ ഉള്ള വാക്യങ്ങളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളൊന്ന് വായിച്ചോ. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി സാക്ഷ്യത്തിന്റെ പലക 2 അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക 2 വശത്തും എഴുതപ്പെട്ടിരുന്നു. പലക ദൈവത്തിന്റെ പണിയും. പലകയിൽ നിന്ന് എഴുത്ത് എങ്ങനെയുള്ളത്? അത് എഴുത്ത് ദൈവത്തിന്റെ എഴുത്താണ്.
അതൊക്കെ ഇവിടെ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിശുദ്ധ ഗ്രന്ഥം എന്നാണ്. ദൈവസ്വാസികമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു വാക്യം ഇതിൻ്റെ അകത്ത് ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാലാമത്തെ വിഷയം, ദൈവം പറഞ്ഞു മനുഷ്യരെഴുതി. ദൈവം പറഞ്ഞു മനുഷ്യരെഴുതി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. പുറപ്പാട് പുസ്തകം 17-ന്റെ 14-ാം വാക്യം. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ഓർമ്മയ്ക്കായിട്ട് നീ യോശുവ എന്ത് ചെയ്യണം? കാരണം ഇതുവരെ ദൈവവുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിച്ച ദൈവകാര്യങ്ങളൊക്കെ ജനത്തോട് അറിയിച്ചതെല്ലാം മോശയാണ്. അപ്പൊ മോശയുടെ ശേഷമുള്ള ജനം ഇത് അറിയണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഇത് പുസ്തകത്തിൽ എഴുതി യോശുവയെ നീ എന്ത് ചെയ്യണം? കേൾപ്പിക്കണം. തൻ്റെ ജനത്തെ നയിക്കേണ്ട അടുത്ത് വരാൻ പോകുന്ന ആ മനുഷ്യനത് അറിയണം. അതുകൊണ്ടാ പറഞ്ഞത്, നീ ഒരു പുസ്തകത്തിൽ എഴുതാ. അപ്പൊ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ഒരു പുസ്തകത്തിൽ എഴുതി. യെരമ്യ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. യെരമ്യ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ നിന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. കണ്ടോ? അപ്പൊ ദൈവം എന്തൊക്കെ അരുളി ചെയ്തുവോ അതെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഇനിയും തീർന്നില്ല, ധാരാളം എവിഡൻസ് ഉണ്ട്. സ്തോത്രം. ഇത് മാത്രം പറഞ്ഞു നിന്ന പോരല്ലോ, എങ്കിലും സാമ്പിളിന് മാത്രം കുറേശ്ശെ ഞാൻ എടുത്ത് കാണിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ അതിന്റെ 11-19 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ന്റെ 11-19. നീ കാണുന്നത് യോഹന്നാനോട് പറയുക, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി നീ എഴുതി. യോഹന്നാനോട് പറയാ, നീ കാണുന്നതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി സഭയ്ക്ക് അയക്കുക. 7 സഭയ്ക്ക് നീ എന്ത് അയക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 19-ാമത്തെ വാക്യം, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും എഴുതുക. മതി. അവിടെ എഴുതിയിരിക്കുന്നത് നീ ഇത് എഴുതുക. ദൈവം പറഞ്ഞിട്ട് എഴുതിയ ഭാഗം. സ്തോത്രം. ആറാമത് പിതാവ് പുത്രനോട് അരുളി ചെയ്തു, പുത്രൻ മുഖാന്തരം നമുക്ക് ലഭിച്ച വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ അയച്ച പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച വാക്യം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അവിടെ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. നിന്നെ പോലൊരു സഹോദരനെ, ഒരു പ്രവാചകനെ ഞാൻ അവിടെ നിന്ന് ചെയ്യും, എഴുന്നേൽപ്പിക്കും. അവിടെ ശ്രദ്ധിക്കണം, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് ക്രിസ്തു ജനത്തോട് പറയുമെന്ന്. നിന്നെ പോലൊരു പ്രവാചകനെ, മോശയോട് പറയൂ, നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ അങ്ങോട്ട് അയക്കും. അവൻ എന്ത് സംസാരിക്കണമെന്ന് എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിന്മേൽ കൊടുക്കും, അവൻ ജനത്തോട് സംസാരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യം. കണ്ടോ? യേശു പറയുന്നുണ്ടോ, ഞാൻ സ്വയമായിട്ട് സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും
ഇന്നത് സംസാരിക്കണമെന്നും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. മോശയോട് പറഞ്ഞതാ, ഇത്ര വർഷങ്ങൾക്ക് മുൻപേ. എന്നാൽ യേശു അത് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റേതല്ല. ഞാൻ പറയുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ വാക്കുകൾ വരരുത്. പ്രസംഗിക്കപ്പോഴൊക്കെ താൻ വിദേശത്തിൽ യാത്ര ചെയ്തതും തൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ ചിലരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സഭായോഗങ്ങളിലെ 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്ത ഏകദേശം ഒരു 45-50 മിനിറ്റ് വരെ അവരുടെ കഥയാണ് പറയും. പിന്നെ ഒരു വാക്യം പറഞ്ഞിട്ട് പറയും, ഓ സമയം തീർന്നു പോയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങ് കീറിക്കളഞ്ഞേനെ. അങ്ങനെയല്ല. മനസ്സിലാകുന്നുണ്ടോ? കിട്ടുന്നത് 5 മിനിറ്റെങ്കിലും നമ്മെക്കുറിച്ച് പറയാതെ ക്രിസ്തുവിനെ കുറിച്ച് പറയോ. അവിടെ വന്നിരിക്കുന്ന ജനത്തിന് ആവശ്യമുള്ളത് പറഞ്ഞ് നിർത്തുക. ആമേൻ. അതൊരിക്കലും നമ്മളെ സഭയിൽ അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരും ചെയ്യുകയും ആരിത. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ നാവിന്മേൽ തരുന്നത് പ്രസംഗിക്കുക. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ തീത്തോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, തമിഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 4-ാം വാക്യം പഠിക്കണം. തമിഴിൽ അത് 4-ാം വാക്യമാണ്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത്, കണ്ടോ, എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ, എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗം, അവൻ തക്ക സമയത്ത് അവൻ്റെ വചനം വെളിപ്പെടുത്തി. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം അത് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. പുസ്തകത്തിലുള്ള കുറിപ്പായിരിക്കരുത് പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അമ്മയുടെ പാല് കുടിച്ച കുഞ്ഞിന് പ്രതിരോധ ശക്തി ഉണ്ടാകും. അമുൽപ്പൊടി വാങ്ങിച്ച് കുടിച്ച, അമുൽ ബേബി അറിയാമല്ലോ, തലകണ പോലെ ഇരിക്കും. കാണാൻ നല്ല സൈസ, ആരോഗ്യമൊന്നും കാണത്തില്ല. ഇന്നത്തെ സഭ പോലെ നെല്ല് അമുൽ ബേബി പോലെ ഇരിക്കും. ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള മായമില്ലാത്ത പാല് കുടിക്കുക. ഓക്കെ, നാമേ സ്തോത്രം. 7-ാമത്തെ വിഷയം, പരിശുദ്ധാത്മാവിൽ കൂടി ലഭിച്ചതാ വചനം. ആമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ആമേ, അതിന് 26-ാം വാക്യം. 7-ാമത്തെ വിഷയം, പരിശുദ്ധാത്മാവിൽ. ആമേ. എങ്കിലും പിതാവ് അയക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, കണ്ടോ, സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. കണ്ടോ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം വീണ്ടും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. യേശു പറഞ്ഞു, നിങ്ങളോട് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സഹിക്കത്തില്ല. ഞാൻ പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് വരും, അവനെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബോധം വരുത്തും, ഓർപ്പിക്കും, പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ വിഷയം, 8-ാമത്തത്, ആമേ സ്തോത്രം, 1 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം, ആമേ സ്തോത്രം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 37-ാം വാക്യം. ആമേൻ. പൗലോസ് എഴുതുന്നത്, ഞാൻ എഴുതുന്നത് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞു. ദൈവം കൽപ്പിച്ചതാ ഞാൻ എഴുതുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുവാൻ 8 കാര്യങ്ങൾ പറഞ്ഞു. 8 കാര്യങ്ങളുടെ മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നുണ്ടായതാണ്. ആരും സ്തുതിക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവ് യോഗമല്ല, ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ആരും ഉറങ്ങരുത്. ആമേൻ. സ്തോത്രം. കറക്റ്റായിട്ട് നോട്ട് എടുത്ത്. കാരണം ഇത് പാസ്റ്റർമാർക്കെല്ലാം നേരത്തെ പറഞ്ഞു, ബൈബിൾ ബേസിക്കായി അറിയാൻ എല്ലാവരും പഠിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു, ആമേൻ സ്തോത്രം, ബൈബിൾ ക്രിസ്ത്യാനികൾക്കുള്ളതല്ല. 2, ഇത് ഒരു വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയാനുള്ള കാരണത്തെ ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ബൈബിൾ പഠിക്കണം? ബൈബിൾ പഠിക്കേണ്ട പ്രാധാന്യത എന്താണ്? ആമേൻ സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഒന്ന്, ബൈബിളിൽ കൂടിയാണ് നമുക്ക് ദൈവത്തെ അറിയുവാൻ ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുണ്ടായ ഈ വിശുദ്ധ ഗ്രന്ഥം സത്യദൈവം ആരാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിക്കാത്ത ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് വേദപുസ്തകം പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സൃഷ്ടിതാവാകയാൽ അവൻ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തെ അറിയുന്നത് ഒരു നോളേജ് അല്ല, അതൊരു റെവലേഷൻ, വെളിപ്പാടാണ്. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധി കൊണ്ടൊരിക്കലും ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. നാം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവം നമുക്ക് അവൻ ആരെന്ന് വെളിപ്പെടുത്തും. സ്തോത്രം. ഈ റോമാലേഖനത്തിലെ ആമേൻ 1-ാം അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 19 വാക്യങ്ങൾ വായിക്കും. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം അവർക്ക് ആ വെളിപ്പാട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് അറിയുന്നത് അറിവല്ല, ആരെങ്കിലും പറഞ്ഞ് ഉണ്ടാകുന്ന അറിവല്ല, അതൊരു റെവലേഷൻ. അതുകൊണ്ടാണ് പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലെ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു ചെറിയ സംഭവം അവിടെയുണ്ട്. യേശു ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയും? അപ്പോ പത്രോസ് പറഞ്ഞു, ചിലർ യെരേമിയ എന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ എന്ന് പറയുന്നു. അങ്ങനെ പലരും പല നിലയിലാ പറയും. യേശു പറഞ്ഞു, ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പുറമെയുള്ളവർ പറയുന്നവര് പറയട്ടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയും. അപ്പോ പത്രോസ്, 16-ാം വാക്യം, ശിമോൻ പത്രോസ്, ഓ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ഈ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. വായിക്കാം. യേശു അവനോട്, നീ ഭാഗ്യവാൻ, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. പുത്രനെ ശരിക്ക് ആര് വെളിപ്പെടുത്തി കൊടുത്തു? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ പിതാവ് പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തു. യേശു പറഞ്ഞു, നീ ഭാഗ്യവാനാ, നീ ഭാഗ്യവാനാ. നിനക്ക് ഈ വെളിപ്പാട് തന്നത് ജഡരക്തമല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്ന വെളിപ്പാട്. അപ്പൊ പുത്രനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കാണിച്ചതാരാ? പ്രൈസ് ദി ലോർഡ്. പിതാവാ, പിതാവ്. പിതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ വെളിപ്പെടുത്തിയതാരാ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ എന്ത് ചെയ്തു? ആമേൻ. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. അപ്പൊ പുത്രനെ വെളിപ്പെടുത്തിയതാര്? പിതാവ്. പിതാവിനെ വെളിപ്പെടുത്തിയതാര്? പുത്രൻ. ചില സ്ഥാനങ്ങളിൽ പുത്രൻ തന്നെത്താൻ വെളിപ്പെടുത്താറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. യോഹന്നാൻ 14-ന്റെ ആ ആ ആ ആ ആ ആ ഞാൻ ദൈവകൽപ്പന അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുന്നു, അവന് എന്നെ തന്നെ
ക്രിസ്തുവിനെ, ദൈവത്തെ അറിയുന്ന ഒരു വെളിപ്പാടാണ്. ആരെങ്കിലും പറഞ്ഞൊരു നോളജ് അല്ല. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോൾ പറയുന്നു, നിങ്ങൾ പേഴ്സണലായിട്ട് ദൈവമായിട്ടൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും. യഹോവ നല്ലവനെന്ന രുചി. ഏതൊരു പൊരുളും അവനവൻ രുചിച്ചാലേ അതിൻ്റെ രുചി അറിയത്തുള്ളൂ. ഞാൻ രുചിച്ച് പറയുന്ന പോലെ അല്ല. ചിലോ ചില സമയത്ത് ഈ കിച്ചണിലെ സഹോദരിമാരുണ്ട്, കൂട്ടാനോ കറിയോ ഒക്കെ വെച്ചാൽ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, നിങ്ങളും കൂടെ ഒന്ന് നോക്കി. ഇല്ലയോ? ഒരാൾ നോക്കുന്നതല്ല, എല്ലാവരും അതിനെ രുചിച്ച് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഒന്ന്, ദൈവവചനം നന്നായി അറിയുന്നവർക്ക്, പഠിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രുചിച്ചറിയാൻ പറ്റുകയുള്ളൂ. രണ്ട്, ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാകണമെങ്കിൽ, ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ ബൈബിൾ നന്നായി വായിച്ചാലേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. മൂന്നാമത്തെ വിഷയം, ആമേൻ, സ്തോത്രം, നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ പാപത്തെക്കുറിച്ചും വേദപുസ്തകം പറയും. പാപബോധമുണ്ടാകണമെങ്കിൽ ദൈവവചനത്തിന് മാത്രമേ ആ പാപത്തെ വെളിപ്പെടുത്തി കാണിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്ന പാപത്തെക്കുറിച്ച് പറയരുത്, അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയൂ. അറിയാമോ, അനുഗ്രഹം തടസ്സമുണ്ടാകുന്നത് പാപമാണ്. പാപമാണ് അനുഗ്രഹത്തിന്റെ തടസ്സമുണ്ടാക്കുന്നത്. യെരമ്യാ പ്രവചനം, ആമേൻ, സ്തോത്രം, 25-ാം അധ്യായത്തിൽ 5-ാം വാക്യം. 5:25. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം, നിങ്ങളുടെ പാപങ്ങളാൽ. യെരമ്യാ 5:25. നിങ്ങളുടെ പാപങ്ങളാൽ നിങ്ങളുടെ നന്മയ്ക്ക് പാപം നന്മയെ മുടക്കും. ദൈവം എങ്ങനെയാ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്ന അറിയാമോ? അനുഗ്രഹത്തിന്റെ വഴി അറിയാതെ കുഴഞ്ഞു കിടക്കുക. വല്ലവരും പറഞ്ഞ കർത്താവിനെ അനുഗ്രഹിക്കും, ഉയർത്തും. ഇല്ല, ഇപ്പൊ എല്ലാം അനുഗ്രഹത്തിന്റെ പ്രോസ്പെറിറ്റി പ്രീച്ചിങ്ങാ. ശ്രദ്ധിക്ക്, ഒരു മനുഷ്യൻ അനുഗ്രഹം വരണമെങ്കിൽ എന്ത് വേണം? വായിച്ചാട്ടെ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. എങ്ങനെ നിങ്ങൾക്ക് ആദ്യമേ ദൈവം അവന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തരും അവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാൽ അവനെ അയച്ചിരിക്കുന്നു. കണ്ടോ, അകൃത്യങ്ങളിൽ നിന്നും നീക്കിയ അനുഗ്രഹം. അകൃത്യങ്ങളുടെ അകത്ത് വച്ചല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സൂക്ഷിക്കുക, ദൈവവചനം അറിഞ്ഞില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി, ബൈക്കിൽ ഊതിയാൽ ആയിരക്കണക്കായ ജനം ഉരുണ്ടു വീഴുന്നത്, കോട്ടെടുത്ത് വീശിയ ആയിരക്കണക്കായ ജനം വീഴും. ഇല്ലേ, ഭയങ്കര ശുശ്രൂഷയാ. തടിച്ചുകൂടിയ ഒരു ഭയങ്കര കൂട്ട ജനമാ. ഒടുവിൽ എല്ലാം പ്രസംഗിച്ചു, ഭയങ്കര ശുശ്രൂഷയാ. ഇയാളുടെ പേര് കേട്ട തടിച്ചുകൂടാൻ ഒരുപാട് ജനമുണ്ട്. എല്ലാം പ്രസംഗിച്ച സ്തോത്രം. ഈ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, ഇതൊന്നും ശുശ്രൂഷ അല്ലെന്ന്. ആരെങ്കിലും അറിഞ്ഞോ? കോട്ടെടുത്ത് വീശുമ്പോഴും ഊതുമ്പോൾ ഉണ്ടാകുന്നതല്ല ശുശ്രൂഷ. ദൈവവചനം അകത്ത് ചെന്ന് പാപത്തിന്റെ ഇരുട്ട് നീക്കി ഒരു പുതിയ മനുഷ്യനാക്കി ദൈവത്തോട് അടുപ്പിക്കുന്നതാ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറെ പേര് വരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അതൊക്കെ മാറണം, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. മറ്റേ പറഞ്ഞ പോലെ വെളുക്കാൻ തെഞ്ഞത് പാണ്ട എന്ന് പറഞ്ഞ കഥ പോലെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധാരാളം ശുശ്രൂഷ, ഇളക്കി മറിക്കുന്ന ഒരുപാട് ശുശ്രൂഷ. ഇന്ന് സഭ ചാവാൻ മതിയായി, ഇല്ലയോ? എത്ര സഭകളിൽ നല്ല സ്മാർട്ടായ അടുത്ത തലമുറയുണ്ട്, ദൈവവചന പരിജ്ഞാനമുള്ള, അഭിഷേകം പ്രാപിച്ച, കൃപയുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി ചങ്ക് കൊടുക്കുവാൻ കഴിവുള്ള എത്ര ദൈവമക്കളുണ്ട്. പാസ്റ്റർമാർക്കൊക്കെ പേടിയാ ഇരിക്കുന്നത്, ഇപ്പൊ പോവോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ ഈ ശുശ്രൂഷ? പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്ക്. വചനത്തിന് ഇന്നും സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്. The word of God has a creating power. ഇന്നും അത് ചെയ്യുന്നു.
നമ്മിൽ സമാധാനം ഉളവാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സർവവും ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാലാമത്തെ വിഷയം, ന്യായവിധിയെക്കുറിച്ച് അറിയണമെങ്കിൽ, വരും കാലത്തിലെ ന്യായവിധിയെക്കുറിച്ച് അറിയണമെങ്കിൽ വേദപുസ്തകം ഒരു ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ധാരാളം ന്യായവിധിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. കഴിഞ്ഞ സ്തോത്രം ഒരു ജാതിക്കുണ്ടായ ന്യായവിധി, ഒരു ദേശത്തിനുണ്ടായ ന്യായവിധി, ഒരു വ്യക്തിക്കുണ്ടായ ന്യായവിധി, ഒരു കുടുംബത്തിനുണ്ടായ ന്യായവിധി, ധാരാളം ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. അവസാനം ഒരു വെള്ള സിംഹാസന ന്യായവിധിയെക്കുറിച്ചും വേദപുസ്തകം പറയുന്നു. സൂക്ഷിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ലോകത്തെ വിധിപ്പാനല്ല ഞാൻ വന്നിരിക്കുന്നത്, രക്ഷിക്കാനാ. യേശു വന്നത് രക്ഷിപ്പാനാണ്, ആരെയും വിധിക്കുവാനല്ല. അതുകൊണ്ട് അവനെ പറയുന്നത് രക്ഷകൻ. ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി നമ്മൾ പഠിക്കണം. വേദപുസ്തകമാണ് സകല വിഷയവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സ്തോത്രം. ഓക്കെ, വേദപുസ്തകത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് വേഗത്തിൽ എഴുതിയാട്ടെ വേണം എഴുതുന്നവർ. സ്തോത്രം. സ്തോത്രം. ബൈബിൾ 1. ബൈബിൾ 1. അതിൻ്റെ ഡിവിഷൻ 2. അതിൻ്റെ ഭാഗം 2. ഒന്ന് പഴയ നിയമം, മറ്റൊന്ന് പുതിയ നിയമം. പഴയ നിയമത്തിന് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയും, പുതിയ നിയമത്തിന് ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ പഠിക്കാൻ ഷോർട്ടായിട്ട് OT-NT എന്ന് പറയും. പഴയ നിയമം എന്ന് പറയാൻ മേടിച്ചിട്ട് OT-യിൽ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഷോർട്ട് ഫോം കൂടെ അറിഞ്ഞു വെച്ചു. OT എന്ന് പറഞ്ഞാൽ പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്, ഇല്ലയോ? NT എന്ന് പറഞ്ഞാൽ പുതിയ, ന്യൂ ടെസ്റ്റമെന്റ്. ഓക്കെ. അപ്പൊ പഴയ നിയമം 39 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. പഴയ നിയമത്തിൽ എത്രയുണ്ട്? 39. പുതിയ നിയമത്തിൽ 27 പുസ്തകമുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകം. ആകെ മൊത്തം 66 പുസ്തകങ്ങളുണ്ട്. ഒരു കൊച്ചു ലൈബ്രറിയാ നമ്മുടെ വേദപുസ്തകം. എത്ര പുസ്തകമുണ്ട്? 66. പഴയ നിയമത്തിന്റെ മൂലഭാഷ എബ്രയ ഭാഷ. എബ്രയ ഭാഷയിൽ എഴുതിയതാണ് പഴയ നിയമം. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത്. ഹല്ലേലൂയ. ഏകദേശം 40-ലധികമായ എഴുത്തുകാർ എഴുതിയതാ വിവേദ പുസ്തകം. ആദേഴ്സ് നോക്കിയാൽ എബവ് 40. 40-ലധികമായ എഴുത്തുകാർ എഴുതിയതാണ്. ഏകദേശം 1600 വർഷത്തെ കാലയളവിൽ എഴുതിയതാണ്. ഈ പുസ്തകം എഴുതിയത് ഒരു ദിവസം കൊണ്ടല്ല, ഏകദേശം 1600 വർഷമളവിൽ എഴുതിയതാ ഈ വേദപുസ്തകം. 40-ലധികമായ എഴുത്തുകാർ എഴുതിയതാണ്. ഭൂമിയുടെ പല ഭാഗത്തിലിരുന്നും എഴുതി. സ്തോത്രം. പണ്ഡിതന്മാർ എഴുതി. പഠിപ്പറിവില്ലാത്തവരെഴുതി. പലരും അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അത് എഴുതി. BC 1500 ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. സ്തോത്രം. ഉൽപ്പത്തി എഴുതുമ്പോൾ ഏകദേശം BC 1500. എന്നാൽ അവന്റെ അവസാനത്തെ പുസ്തകം എഴുതുമ്പോൾ AD 90-നും 96-നും ഇടയ്ക്കുള്ള കാലമാണ് അത് എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇതിന് പറഞ്ഞല്ലോ, പഴയ നിയമം യഹൂദന്മാർക്കുള്ളതാണ്. പുതിയ നിയമം ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഉള്ളത്. ബൈബിളിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്, അത് ചുമ്മാ നമുക്ക് അറിഞ്ഞിരിക്കും. സ്തോത്രം. എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് ബൈബിൾ എന്ന് പേര് വന്നു? ഗ്രീക്ക് വേർഡ് ബിബിലിയ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ബൈബിൾ എന്നൊരു വാക്ക് ഉണ്ടാകുവാനിടയായി. ആ ഗ്രീക്ക് വേർഡാണ് അതിന്റെ ബേസ്. കാരണം ബിബിലിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഈ പുസ്തകം ആകുന്ന മുമ്പേ തോൽ ചുരുളുകളിലാണ് അത് എഴുതിയിരുന്നത്.
പിൽക്കാലത്തിൽ അത് പുസ്തകമായിട്ട് കൂട്ടി യോജിപ്പിച്ചു. ആദ്യകാലത്തിൽ ഇത് എഴുതിയത് ചാപ്റ്റർ വൈസ് ആയിട്ടല്ല, വെറുതെ അങ്ങനെ തോൽച്ചുരുളിൽ അവരെന്ത് ചെയ്തു, എഴുതി. 12-ാം നൂറ്റാണ്ടിൽ സ്റ്റീവൻ ലാങ്ടോ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ് പുള്ളിയാണ് ഇത് ചാപ്റ്റർ വൈസ് ആയിട്ട് എഴുതുവാൻ ഇടയായത്. 16-ാം നൂറ്റാണ്ടിലെ റോബർട്ട് സ്റ്റീവൻ എന്നൊരു വ്യക്തി ഇതിനെ വാക്യങ്ങളായിട്ട് പിരിച്ചെഴുതി. അത് നമുക്കിപ്പോ അത് വേഗത്തിൽ വചനം എടുക്കാനും അത് നമുക്ക് വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. സ്വതന്ത്രയും നമ്മൾ പുസ്തകത്തിൻ്റെ അകത്ത് പോയില്ല, ഇനിയും അതിൻ്റെ പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഈ 66 പുസ്തകങ്ങൾ, വേദപുസ്തകം 2 ഭാഗമായിട്ട് പിരിഞ്ഞിരിക്കുന്നു, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിലെ 39 പുസ്തകമുണ്ട്. ഈ 39 പുസ്തകവും വീണ്ടും അതിൻ്റെ അകത്ത് ഡിവിഷൻസ് ഉണ്ട്. 4 അത് പിരിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടും. ഹല്ലേലൂയ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇല്ലയോ? ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ 5 പുസ്തകങ്ങൾ എന്താ പുസ്തകം? പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്നറിയപ്പെടുന്നു. പല ഭാഗത്തും മോശയുടെ പുസ്തകം എന്ന് എഴുതിയിട്ടുണ്ട്. മോശ എഴുതിയത് കൊണ്ട് മോശയുടെ പുസ്തകമെന്നും എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ അതിലൊരു സാമ്പിളിനായിട്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ന്റെ 25-ാം വാക്യം, 2 ദിനവൃത്താന്തം 23-ന്റെ 18. വേണമെങ്കിൽ എടുത്തവരൊരാൾ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ കണ്ടോ? മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഇല്ലയോ? എസ്രായുടെ പുസ്തകം 3-ന്റെ 2, ദാനിയേലിന്റെ 9-ാം അധ്യായം 11-13, 2 കൊരിന്ത്യർ 3-ന്റെ 15, അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 5. അപ്പോൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്താ പേര്? പഞ്ചഗ്രന്ഥങ്ങൾ. പഞ്ചഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇതിൽ ഈ 66 പുസ്തകങ്ങളുടെ പേര് നമ്മൾ പഠിക്കണം. അത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഞാനത് പറയാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ മലാക്കിയ എന്ന് പറഞ്ഞാൽ പുസ്തകം ചരിച്ച് പിടിച്ചിട്ട് വെളിപ്പാടിൽ നിന്ന് വിടും, ചെറുന്ന് വിടും. എവിടെയെങ്കിലും മലാക്കിയ വരുന്നുണ്ടോ ഇല്ലയോ? മത്തായി പറഞ്ഞ് ഉൽപ്പത്തി എന്ന് വിടും, ഇങ്ങനെ ചെറുന്ന് എവിടെയെങ്കിലും മത്തായി വരുന്നുണ്ട്. അത്ര പിടുത്തമേ ഉള്ളൂ വേദപുസ്തകത്തെ കുറിച്ച്. വേദപുസ്തകം കയ്യിലെടുത്താൽ 2 അല്ലെങ്കിൽ 3-ാമത് എടുക്കുന്നത് പറഞ്ഞ ഭാഗമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ കാണുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാം. പഞ്ചഗ്രന്ഥം. അപ്പോൾ ആ 5 പുസ്തകത്തിന്റെ പേരം പറയാമോ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 5 പുസ്തകം ഇനി എത്രയുണ്ട്? 34 ഇല്ലേ? 39-ൽ 5 പുസ്തകത്തിന്റെ പേര് പഠിച്ച് കഴിഞ്ഞു. ഞാൻ ഈസി മെത്തേഡ് പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. പ്രൈസ്. അതിന് ഡിവിഷൻസ് മനസ്സിലാക്കിയ ഈസി ആയിട്ട് പഠിക്കാം. എല്ലാവരും പഠിക്കണം. സ്തോത്രം. അതിനിപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്, ഈ പാട്ടൊക്കെ പഠിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് യോശുവ മുതൽ എസ്തർ വരെ ഉള്ളത് ചരിത്ര പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ ബുക്സാണ്. യോശുവ മുതൽ എസ്തർ വരെയുള്ള 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകം, ഹിസ്റ്റോറിക്കൽ ബുക്ക്. എന്താ ചരിത്ര പുസ്തകം? എന്തുവാ ചരിത്ര പുസ്തകം? ഇല്ലയോ? ഇന്നത്തെ സംഭവം, ഇന്ന് നടന്ന സംഭവം നാളത്തെ ചരിത്രമാണ്. അന്ന് നടന്നതാ, പണ്ട് നടന്നതാ,
അത് ഇപ്പോൾ ചരിത്രമായിരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദപുസ്തകത്തിലെ ഏത് ഭാഗം നമ്മൾ പഠിക്കണം. വേദപുസ്തകത്തിലെ ഏത് ഭാഗം നമ്മൾ പഠിക്കണം. ദാവീദും ഗോലിയാത്തും ഉള്ള യുദ്ധം പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ സന്തോഷം അവിടെ, ഇല്ലയോ? എല്ലാം എളുപ്പമുള്ള കുറേ കഥകളൊക്കെ ഇവിടെ വായിക്കും. ചോദിച്ചാൽ ഞാൻ ബൈബിൾ വായിക്കും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച വൈകുന്നേരം പറയണം നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ കഴിയുന്നതും ഞാൻ ഓടിച്ചു പോകാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂടെ വരിക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചത് ശരിയാണോ, നമ്മൾ ഇതുവരെ ശരിക്കും ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തണം, ഇല്ലയോ? അപ്പോൾ ആദ്യത്തെ 5 പുസ്തകവും നിയമപുസ്തകമാണ്. മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ എത്ര നിയമമുണ്ട്? പഴയ നിയമത്തിൽ എത്ര നിയമം? റൈസലോ അവിടെ ആരെയുണ്ടോ ഓഡിയൻസ്? ഇല്ല, 613 കൽപ്പനയുണ്ട്. പഴയ നിയമത്തിൽ എത്രയുണ്ട്? 600. മിക്കവാറും പറയുന്നത് 10 കൽപ്പനയാണ്. 10 കൽപ്പനയില്ലാതെ ഒന്നുമില്ല. അത് ദൈവം സ്വന്തം കൈക്കൊണ്ട് എഴുതി കൊടുത്തതാ 10. അല്ലാതെ 613 കൽപ്പനയുണ്ട്. 248 പോസിറ്റീവാണ്, ചെയ്യാനുള്ളതാണ്. 365 നെഗറ്റീവ്സാണ്. ചെയ്യരുത് ഇല്ലയോ? കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അരുത് എന്ന് പറഞ്ഞ് എത്രയുണ്ട്? 365. പ്രൈസ് ദി ലോർഡ്. ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നത്ര 248. ആകെ മൊത്തത്തിൽ എത്ര? 613 കൽപ്പനകൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ ചരിത്ര പുസ്തകം എത്ര? 12, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അന്നത്തെ സംഭവങ്ങൾ, അന്ന് നടന്ന സംഭവങ്ങൾ ആണ് ഇന്നത്തെ ചരിത്രമായി ഇരിക്കുന്നത്. ഇല്ല, അന്ന് നടന്ന സംഭവം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 5 പുസ്തകം പഞ്ചഗ്രന്ഥം, 12 പുസ്തകം ചരിത്ര പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം 5 പുസ്തകം പൊയറ്റിക്കൽ ബുക്സാ, കാവ്യ പുസ്തകമാണ്. യോബ് മുതൽ ഉത്തമഗീതം വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിലെ പുസ്തകം അടുക്കിയിരിക്കുന്ന ക്രോണിയോളജി, അതിൻ്റെ ക്രമപ്രകാരമല്ല, ഇല്ലയോ? പുസ്തകങ്ങളുടെ ആ വെറൈറ്റി അനുസരിച്ച് പഞ്ചഗ്രന്ഥം ഒരിടത്ത് വെച്ചു, ഹിസ്റ്റോറിക്കൽ ബുക്ക് ഒരിടത്ത് വെച്ചു, പൊയറ്റിക്കൽ ബുക്സ് ഒരിടത്ത് വെച്ചു, പ്രവചന പുസ്തകം ഒരിടത്ത് വെച്ചു. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ രീതി അനുസരിച്ചാണ് ബൈബിൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം എല്ലാം എഴുതിയിരിക്കുന്നത് ആ ക്രമപ്രകാരം തന്നെ, ക്രോണിയോളജി പ്രകാരം തന്നെയാണ്. അപ്പോൾ 5 പുസ്തകം പഞ്ചഗ്രന്ഥം, 12 പുസ്തകം ചരിത്ര പുസ്തകം, 5 പുസ്തകം കാവ്യ പുസ്തകം, പൊയറ്റിക്കൽ ബുക്സ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ മുതൽ മലാഖി വരെ 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. എത്ര പുസ്തകം? 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. അതിൽ 1 മുതൽ യെശയ്യാ പ്രവചനം മുതൽ ദാനിയേൽ വരെ 5 പുസ്തകം വലിയ പ്രവാചകന്മാർ. ഹോശിയ മുതൽ മലാഖി വരെ 12 പുസ്തകം ചെറിയ പ്രവാചകന്മാർ. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? 39 പുസ്തകങ്ങളുടെ ക്രമം. 5 പുസ്തകം പഞ്ചഗ്രന്ഥം, 12 പുസ്തകം ചരിത്ര പുസ്തകം, അടുത്ത 5 പുസ്തകം കാവ്യ പുസ്തകം, അടുത്ത 17 പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം 5, പിന്നെ 12, ഇല്ലേ? പ്രൈസ്. അടുത്ത് വരുന്നത് ഒരു 5, 5ഉം 12ഉം കൂട്ടിയ 17. മറക്കരുത്. 5 ഒരു സെക്ഷൻ, 12 ഒരു സെക്ഷൻ ചരിത്ര പുസ്തകം,
5 പുസ്തകം പൊയറ്റിക്കൽ ബുക്സ്, അടുത്ത അവസാനം വരുന്നത് 17. അതിൽ 5 പുസ്തകം മേജർ പ്രോഫറ്റ് ഇല്ലയോ, വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നത് 5 പേര്. അതെല്ലാം യെശയ്യാവ്, യിരെമ്യാവ്, ഇല്ലയോ, വിലാപങ്ങൾ, എസ്കേൽ, ദാനിയേൽ. ഈ 5 പുസ്തകവും വലിയ പ്രവാചകന്മാരെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ പേര് കാണാതെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഞാൻ പറയാം. ഇപ്പം പഞ്ചഗ്രന്ഥം എല്ലാവർക്കും അറിയാമല്ലോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, നിങ്ങൾ പറഞ്ഞു പോകും. അടുത്ത സെക്ഷൻ പഠിക്കണമെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ആദ്യം ജനത്തെ പഞ്ചഗ്രന്ഥം നമ്മൾ വായിച്ചു. ഈ പഞ്ചഗ്രന്ഥത്തെ കാലത്ത് ആരും മോശയാണ് ഇസ്രായേൽ ജനത്തെ വഴി നടത്തി. അടുത്തതാര് വരുന്നു? മോശയ്ക്ക് ശേഷം അടുത്ത് യോശുവ ഇല്ലയോ. യോശുവയ്ക്ക് ശേഷം വരുന്നത് ന്യായാധിപന്മാർ ഇല്ലയോ. ന്യായാധിപന്മാർക്ക് അടുത്ത് വരുന്നത് രാജാക്കന്മാർ ഇല്ലയോ. അപ്പം നിങ്ങൾ മനസ്സിൽ കൊള്ളുക, പഞ്ചഗ്രന്ഥം മോശ ഇല്ലയോ. അപ്പോൾ ആ പഞ്ചഗ്രന്ഥം നിങ്ങൾക്ക് അറിയാം. അടുത്ത പുസ്തകം യോശുവ, അടുത്ത പുസ്തകം ന്യായാധിപന്മാർ വരുമ്പോൾ അതിൽ ശമൂവേലാണ് ഇല്ലയോ. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 2 ഉണ്ട്. 1 ശമൂവേൽ, 2 ശമൂവേൽ. ശമൂവേൽ കഴിഞ്ഞ് അടുത്ത് വരുന്നത് രാജാക്കന്മാരാണ്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. അടുത്ത് വരുന്നത് 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം ഇല്ല. എസ്തർ, യോബ് ഇല്ല, എസ്തർ ഇല്ല. ഇതിനിടയ്ക്ക് രുത്തൊരു പുസ്തകമുണ്ട്. ആമേൻ. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ പഠിക്കുക. 5 പുസ്തകം പഞ്ചഗ്രന്ഥം, അത് നമുക്ക് അറിയാം. അപ്പോൾ അത് മോശയാണ് ജനത്തെ വഴി നടത്തി. അടുത്ത് വരുന്നത് യോശുവ ഇല്ലയോ. യോശുവ കഴിഞ്ഞ രൂത്ത് ഇല്ലയോ. സോറി ന്യായാധിപന്മാർ. യോശുവ കഴിഞ്ഞിട്ട് ന്യായാധിപൻ കഴിഞ്ഞിട്ട് രൂത്ത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് സ്തോത്രം 1 ശമൂവേൽ ഇല്ലയോ. ന്യായാധിപന്മാർ ആ റൂളിങ് ആരെല്ലാം റൂൾ ചെയ്തെന്നുള്ളത് അവരുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. മോശ, യോശുവ ഇല്ലയോ. സ്തോത്രം ന്യായാധിപന്മാർ. അതിൻ്റെ ഇടയ്ക്ക് ഋത്തുണ്ട്. ന്യായാധിപന്മാർ അടുത്ത് വരുന്നത്. ന്യായാധിപന്മാരുടെ കഴിയുമ്പോൾ രാജാക്കന്മാർ. അതിൽ 2 പുസ്തകം വരും. 1 ശമൂവേൽ, 2 ശമൂവേൽ. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. എസ്ര, നെഹേമ്യ, എസ്തർ. അപ്പോൾ എത്ര പുസ്തകം പഠിച്ചു? കണ്ടോ? ഈ 12ഉം 5 17 പുസ്തകം നമ്മൾ പഠിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 5 പുസ്തകം പഞ്ചഗ്രന്ഥം നിങ്ങൾക്ക് അറിയാം ഇല്ലയോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം അറിയാം. ഇത് ഈ ജനത്തെ നയിച്ചതാര്? മോശയ്ക്ക് ശേഷം വരുന്നത് യോശുവ. അപ്പോൾ പഞ്ചഗ്രന്ഥം കഴിഞ്ഞ് അടുത്ത് വരുന്നത് യോശുവയുടെ കാലം കഴിയുമ്പോൾ അടുത്ത് ന്യായാധിപന്മാരുടെ അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ശമൂവേലായിരുന്നു. അതുകൊണ്ട് അവിടെ എഴുതുന്നത് 1 ശമൂവേൽ, 2 ശമൂവേൽ. ശമൂവേലുടെ കാലം കഴിയുമ്പോൾ അടുത്ത് വരുന്നത് രാജാക്കന്മാർ. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ ഇല്ലേ. അടുത്ത് വരുന്നത് 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. ഈ ഐഡിയ അറിയുന്നാൽ മതി ഇല്ലേ. എസ്ര, നെഹേമ്യ, എസ്തർ. അടുത്ത് നിങ്ങൾക്ക് അറിയാം യോബ്, സങ്കീർത്തനം. അതിൻ്റെ ഇടയ്ക്കുള്ളത് അറിയാം, സദൃശ്യവാക്യം ഇല്ലയോ. അങ്ങനെ നിങ്ങൾ ഗ്രഹിച്ച് പഠിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ പേര് പഠിക്കാം. ഓക്കെ, പേരുകൾ പഠിക്കണം, എങ്കിലേ നമുക്കത് എവിടെ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്ത പുതിയ നിയമത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു പോകാം. പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്ര വേഗത്തിൽ നമുക്ക് കടന്നു പോകാം. ആദ്യ പുതിയ നിയമത്തിലെ മൊത്തം 27 പുസ്തകങ്ങൾ. 27 പുസ്തകത്തിൽ സ്തോത്രം 27 പുസ്തകത്തിൽ ആദ്യത്തെ 4 പുസ്തകം പറയുന്നത് സ്തോത്രം സുവിശേഷമാണ്. ആദ്യത്തെ 4 പുസ്തകത്തിൽ എന്താണ്? സുവിശേഷം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷവും 4 പേര് എഴുതി. അതിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ വേഗത്തിൽ പറയും, ഇതൊക്കെ അറിഞ്ഞിരുന്ന കൊള്ളാം. മത്തായി യേശുവിനെ ഒരു രാജാവായിട്ടാണ് പറഞ്ഞത്. അതിൽ ഇല്ലയോ 4 സുവിശേഷത്തിന് 4 സിംബലുണ്ട്. മത്തായി സുവിശേഷത്തിന് സിംഹമാണ്. സിംഹം, അവനൊരു രാജാവ്. യേശു ക്രിസ്തുവിനെ രാജാവായിട്ടാണ് പറയുന്നത്. അല്ല, മത്തായി 2:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി 2:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശാസ്ത്രിമാർ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചു, എന്താണ് യഹൂദന്മാർക്ക് രാജാവായി ജനിച്ചവൻ എവിടെ
ഇല്ലയോ? ആമേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1. ആ 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 ദാവീദിന്റെ സിംഹാസനം. ദാവീദ് രാജാവാ. ഒരു വശത്ത് യേശുവിനെ രാജാവെന്ന് വ്യക്തമായി പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ കാണാൻ പറ്റും. രണ്ടാമത് മാർക്കോസ്, അതിൻ്റെ സിംബൽ കാളയാണ്. ഒരു സെർവൻ്റാണ്. യേശു ഒരു വേലക്കാരനായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വേലക്കാരൻ, ദൈവത്തിൻ്റെ വേലക്കാരൻ. മാർക്കോസിൻ്റെ സുവിശേഷം 10:45. ആമേ. ഫിലിപ്പിയ ലേഖനം 2:7. മാർക്കോസ് 10:45, ഫിലിപ്പിയ ലേഖനം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും. ആമേ. ശുശ്രൂഷിപ്പാൻ വന്നവന്, മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അയച്ചിട്ട് വന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ആ ആ ആ ആ ആ ആ ആ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൻ മനുഷ്യനായി, വേലക്കാരനായി ഭൂമി താണലോകത്തിൽ ഇറങ്ങി. ആമേൻ. മൂന്നാമത് ലൂക്കോസ് പറയുമ്പോൾ യേശുവിനെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ ജീനിയോളജി, അത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ ആദാമ്യ സന്തതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനായിട്ട്. പ്രൈസ് ദി ലോർഡ്. നാലാമത് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നത് ദൈവമെന്ന്. അതിൻ്റെ സിമ്പൽ കഴുക. ഓക്കെ. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുമ്പോൾ ആദിയിലും ആ ആ ആ കൂടെയായിരുന്നു. അവൻ വചനം ദൈവമായിരുന്നു. അഞ്ചാമത്തെ പുസ്തകം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി, 5-ാം പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നതും സഭ ആരംഭിച്ചതും ആദിയിലെ ആമേ സ്തോത്രം വിശ്വാസികളുടെ വളരെ പ്രധാനമായ വിശ്വാസികളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. റോമാലേഖനം മുതൽ യൂദാ വരെ 21 ലേഖനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് 21 ലേഖനം? പുതിയ നിയമത്തിലെ ഡിവിഷൻസ് അറിഞ്ഞിരിക്കണം. നമുക്ക് വളരെ പ്രധാനമാണ് പഴയ നിയമത്തെക്കാൾ. ആമേ. 4 സുവിശേഷം. ആമേ. 5-ാമത്തെ പുസ്തകം ചരിത്ര പുസ്തകം, അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന സംഭവം. അതിനുശേഷം 21 ലേഖനങ്ങൾ. ഈ 21 ലേഖനങ്ങളിലും ഡിവിഷൻസ് ഉണ്ട്. 4 പുസ്തകം കാരാഗ്രഹ ലേഖനം എന്നെന്ന് അറിയപ്പെടുന്നു. എഫേസ്യർക്ക് ലേഖനം, ഫിലിപ്പിയർക്ക് ലേഖനം, കൊലോസ്യർക്ക് ലേഖനം, ഫിലോമോൻ. ഇത് അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണ്. ഏകദേശം AD 61 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതിയ ആമേ ഒരു പുസ്തകം. പ്രൈസ് ദി ലോർഡ്. 4 പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആമേ. അതിൽ അടുത്ത സെക്ഷൻ 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, 3 പുസ്തകങ്ങൾ. ആമേ സ്തോത്രം. ആമേ ഇടയ ലേഖനമാണ്, പാസ്റ്ററൽ എപ്പിസ്റ്റ്. അടുത്ത യാക്കോബ് മുതൽ യൂദാ വരെ 7 പുസ്തകങ്ങൾ ആമേ പൊതുലേഖനങ്ങളാണ്. പൊതുലേഖനങ്ങൾ. അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേ പുതിയ നിയമപുസ്തകങ്ങൾ ആയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബൈബിളെ കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാകണം. പഴയ നിയമം യഹൂദന്മാർക്കുള്ളത്, പുതിയ നിയമം ലോകത്തിലെ സകല മനുഷ്യർക്കുള്ളത്. ബൈബിൾ എന്താണ്? ബൈബിൾ അതിൻ്റെ ഡിവിഷൻസ് ആയി. ഓക്കെ. അപ്പം ഇനി നമ്മൾ ബൈബിളിൻ്റെ അകത്ത് ചെന്ന്, ഇനി ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് ബൈബിൾ? മനസ്സിലായോ?
ബൈബിളും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയും മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ബൈബിളിൻ്റെ അകത്താണ്. ബൈബിളിൻ്റെ അകത്ത് കയറും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ബൈബിളിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഈ 3 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ബൈബിൾ നമുക്ക് ആരംഭിക്കുന്നത് ആദി എന്നൊരു കാലത്തിൽ ആരംഭിക്കും. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ശരിക്കുള്ളൊരു ആരംഭം ആദിക്ക് മുമ്പേ അനാദി കാലം ഉണ്ടായിരുന്നു. അനാദി കാലത്തിൽ തൃത്വ ദൈവം ഉണ്ടായിരുന്നു. ഈ ഭൂമി ദൂതന്മാരുടെ വാസസ്ഥലമായി ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ആദിയിൽ വായിക്കുക, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഒന്നും ശൂന്യമായി പോകത്തില്ല, ഇല്ല. ദൈവം ഒന്ന് ചെയ്താൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം അത് ശൂന്യമായെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് പഠിക്കണം. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമുക്കിനി ഒരു അവസരത്തിൽ നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കൊരു പുതിയ നിയമം, നമ്മളൊന്ന് പഠിച്ചല്ലോ. പുതിയ നിയമമാണ് ആർക്കുള്ളത്? നമുക്കുള്ളത്, ഇല്ല. പഴയ നിയമം ആർക്കുള്ളത്? യഹൂദന്മാർക്ക് ഉള്ളത്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് പഴയ നിയമത്തിലാണ്. പഴയ നിയമം എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ ഫൗണ്ടേഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഉൽപ്പത്തിയിൽ മുതൽ യഹോവയായ ദൈവം സർപ്പത്തോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിനക്കും സ്ത്രീയുടെ സന്തതിക്കും ഞാൻ ശത്രുത ഉണ്ടാക്കും, അവൻ നിന്റെ തല എന്ത് ചെയ്യും? തകർക്കും. അവിടെ മുതൽ ക്രിസ്തുവിനെ കുറിച്ച് പറയും. അവിടെ മുതൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ പഴയ നിയമം വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലിരിക്കുന്ന സകല വിഷയത്തിന് പ്രവചനം കിടക്കുന്നത് പഴയ നിയമത്തിൽ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമത്തിലെ സകല വിഷയത്തിൻ്റെയും പ്രവചനം കിടക്കുന്ന എവിടെയാ? പഴയ നിയമത്തിലാ. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമമില്ല. പഴയ നിയമം യഹൂദന്മാർക്കുള്ളതെങ്കിലും പുതിയ നിയമത്തിൻ്റെ നിലനിൽപ്പ് പഴയ നിയമത്തിൻ്റെ മേലിലാണ്. എന്നാൽ അത് യഹൂദന്മാർക്കുള്ളതാ. എന്തുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ, അത് മൊത്തം പഴയ നിയമം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന പഴയ നിയമം ധാരാളം പ്രവചനങ്ങൾ കിടപ്പുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്കതിനെക്കുറിച്ച് തുടർന്ന് പഠിക്കാം. പഴയ നിയമത്തിലെ ഏകദേശ ഭാഗങ്ങൾ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ട്. ഇപ്പോൾ അതിപ്രധാനമായി പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. കാരണം ഉൽപ്പത്തി പുസ്തകമാണ് ശരിക്ക് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആരാ? സൃഷ്ടിതാവാ. ഇല്ലേ? പുതിയ നിയമത്തിലെ ദൈവം ആരാ? രക്ഷിതാവാ. ഇത് രണ്ടും മറക്കരുത്. പഴയ നിയമത്തിലെ ദൈവം സൃഷ്ടിതാവാണ്, പുതിയ നിയമത്തിൽ രക്ഷിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ നിയമ വിശ്വാസികളായാലും പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെക്കുറിച്ച് അറിയണം, മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് അറിയണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ വീഴ്ചയിൽ നിന്നും താൽക്കാലികമായി വിടുതൽ കൊടുത്തത് അവരുടെ യാഗമാണ്. അപ്പോൾ മൃഗങ്ങളുടെ യാഗം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതല്ല. പഴയ നിയമ പ്രമാണം ഒരു മനുഷ്യനെ പൂർണ്ണ ആത്മാവിൽ പൂർത്തി വരുത്തുവാൻ അതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അപ്പോൾ പഴയ നിയമത്തിലെ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഉൽപ്പത്തി, പുറപ്പാട് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരുപാട് യഹൂദ ചരിത്രങ്ങൾ അത് പിന്നെ പഠിക്കട്ടെ. ആദ്യമായി ഒരു ബൈബിൾ വായിക്കുന്നത്, ഞാൻ പറയുന്നത് പഴയ നിയമത്തിലെ 39 പുസ്തകം ഒരു പുതിയ വിശ്വാസി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കും? എത്ര ദിവസം കൊണ്ട് വായിക്കും? ബൈബിളാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് വായിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാനത് പറയാം. സ്വന്തമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും.
ബൈബിൾ ബേസ് അറിയാതെ പഠിച്ചാൽ ഒരിക്കലും ബൈബിൾ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. നിങ്ങൾ ഈ ഷണ്ണം വായിച്ചതുപോലെ വായിച്ചുകൊണ്ടേ ബൈബിൾ വളരെ സിമ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കിയ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ ചരിത്രമല്ല ഇത്. ഒരു വ്യക്തിക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻ്റ് അല്ല, ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത്. കാരണം അവൻ്റെ ജീവൻ എന്ത് ചെയ്യണം, നിലനിർത്തണം. സെക്കൻഡാണ് എന്തുവാ, പ്രൈസ് ദി ലോർഡ്, ട്രീറ്റ്മെൻറ്റ്, ഇല്ലയോ? ആദ്യം ആക്സിഡൻ്റ് ആയ വ്യക്തിക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡ്, ദെൻ ട്രീറ്റ്മെൻറ്റ്, ഇല്ലയോ? അപ്പം അതുപോലെ ഒരു മനുഷ്യൻ ആദ്യം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് തൻ്റെ ആത്മരക്ഷ എന്ത് ചെയ്യണം, നേടണം. ആത്മരക്ഷയെ നേടണം. ഇപ്പോൾ ഒന്നും അറിയാത്ത ഞാൻ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുതിയ ആൾക്കാർ വാങ്ങിച്ചിട്ട് യെശയ്യാ പ്രവചനം, യെരമ്യാ പ്രവചനമൊക്കെ വായിക്കും. എന്തോ അറിയും, അവർക്കെന്തോ ഗ്രഹിക്കും, ഇല്ല? പ്രവചന പുസ്തകത്തിലുള്ളത് രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ച പ്രവാചകന്മാർ അന്നത്തെ കാലത്തിന് പറഞ്ഞതും ഭാവിയിൽ ഉള്ളത് പറഞ്ഞതും ഒക്കെ കിടക്കുക, ഇല്ല? കന്യകയിൽ ഒരു ബാലൻ ജാതകനാകും, ഇല്ല? ഒരു കന്യകയിൽ ഒരു പുത്രൻ ജനിക്കുന്നുള്ള പ്രവചനം ഇവിടെ കിടക്കുന്നു, യെശയ്യാ പ്രവചനത്തിൽ കിടക്കും. അത് യേശു ആണെന്ന് അവൻ ഗ്രഹിക്കുമോ? ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ, പഠിപ്പിച്ചാൽ അത് ശ്രദ്ധിക്കും, ഇല്ല? അപ്പോൾ ഒന്നും അറിയാതെ ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വായിക്കുക. തൻ്റെ ആത്മരക്ഷയ്ക്കുള്ളതോ നിത്യതയ്ക്കുള്ളതോ യേശുവിനോട് അടുപ്പിക്കുന്ന സത്യങ്ങൾ അത് പഠിക്കാൻ പിന്നെ ഒരുപാട് സമയമാകും. ഈ ലേവ്യ പുസ്തകമൊക്കെ വായിച്ചാൽ തല കറങ്ങിപ്പോകും. അതിലൊരുപാട് യാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? യാഗങ്ങൾ. അപ്പോൾ എല്ലാ യാഗവും ഏകദേശം ഒന്നുപോലെ ഇരിക്കും, ഇല്ലയോ? അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലയോ? ആമേ, സ്തോത്രം. വളരെ ഷാർട്ടായിട്ട് ഉൽപ്പത്തി പുസ്തകം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രധാനമായ കഥാപാത്രങ്ങൾ, പ്രധാനമായ സംഭവങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ അതിപ്രധാനമായ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആദം, നോഹ, അബ്രഹാം, യാക്കോബ്, ഇല്ലയോ? ഈ 4 പേരെ ചുറ്റിയുള്ള സംഭവം പഠിച്ചാൽ മതി, പഴയ നിയമത്തിലുള്ളത്, ഇല്ലയോ? മനസ്സിലാകുന്നുണ്ടോ? അതിപ്രധാനമായ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആദം, ഇല്ലയോ? നോഹ, അബ്രഹാം, ഇല്ലയോ? ആമേ, യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ പഠിക്കുമ്പോൾ ചിലർ ഈ ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഈ 2, 3 അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഇവനെ ജനിപ്പിച്ച് വായ്പാട് പോലെ എഴുതിയിട്ടുണ്ട്. അത്രയും വായിക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് വായിക്കുമ്പോൾ ഇതിനങ്ങ് തലകറങ്ങും, അവർ മതിയാക്കി. ഇതെന്തോ, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയല്ല, അതിപ്രധാനമായ കഥാപാത്രങ്ങളും അതിപ്രധാനമായ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? ബൈബിൾ ക്രമം. ഇപ്പോഴും നമ്മൾ ബൈബിളിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ബൈബിളിൻ്റെ അകത്തോട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ ആരംഭിക്കുന്നത് എങ്ങനെ? ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയിൽ സൃഷ്ടിച്ചു. ആദിക്ക് മുമ്പിലുള്ള കാലം അനാദി കാലം. അത് വേദപുസ്തകത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ആദിക്ക് മുമ്പേ അനാദി കാലം, ഇല്ലയോ? എന്നാൽ ബൈബിളിൻ്റെ അകത്ത് പോകാം, ക്രിയേഷനിൽ പോകാം. ഈ 6 ദിവസം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? എല്ലാത്തിനെയും സൃഷ്ടിച്ചു, ഇല്ലേ? 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. മൊത്തം ഒരാഴ്ചയിൽ 7 ദിവസം, ഇല്ലയോ? 7ാമത്തെ ദിവസം ഏത് ദിവസമാണ്? 7ാമത്തെ ദിവസം ശബത്ത്, വിശ്രമിച്ചു, ഇല്ലയോ? ഈ 6 ദിവസത്തെ സൃഷ്ടിപ്പിനെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ ഈ 6 ദിവസത്തെ ഫസ്റ്റ് 3 ഡേയ്സ്, സെക്കൻഡ് 3 ഡേയ്സ് എന്ന് എടുക്കണം. ആദ്യത്തെ 3 ദിവസവും രണ്ടാമതുള്ള 3 ദിവസം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഈ സ്പാട്ടിൽ 6 ദിവസത്തെ സൃഷ്ടിപ്പ് ഇപ്പം കാണാതെ പഠിച്ചു പോകാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? 7 ദിവസത്തിൽ 7ാമത്തെ ദിവസം ശബത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 6. ഫസ്റ്റ് 3 ഡേയ്സ്, സെക്കൻഡ് 3 ഡേയ്സ്. ഓക്കെ, ആദ്യത്തെ 3 ദിവസവും അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്രമപ്പെടുത്തുക. സെക്കൻഡ് 3 ഡേയ്സ് സൃഷ്ടിച്ചു, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം.
ഇപ്പം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അത് കിടക്കുന്നതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ ചിലപ്പോൾ കഷ്ടമായി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 ദിവസം അറേഞ്ച്മെൻ്റ് എടുത്താൽ ഭൂമി എങ്ങനെയുണ്ടായിരുന്നു? ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇതിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജലത്തിന്മേൽ ഇത് പരിഹരിച്ചുകൊണ്ട് ഇരുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആദ്യം ദൈവം എന്താ സൃഷ്ടിച്ചു? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വന്നു, വീട് ഇരുട്ടായി കിടക്കുന്നു. ആദ്യം എന്ത് ചെയ്യും? വെളിച്ചത്തെ സൃഷ്ടിച്ചു. 2-ാമത്തെ ദിവസം ജലത്തിൻ മധ്യയിലെ വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഇല്ലയോ? അത് ജലത്തിൽ നിന്ന് ജലത്തെ പിരിച്ചു. ഭൂമി മുഴുവനുമായിരുന്ന വെള്ളത്തെ പകുതി വെള്ളത്തെ ദൈവം എന്ത് ചെയ്തു? മേളിൽ എടുത്തു, ഇല്ലയോ? അപ്പം ആദ്യത്തെ ദിവസം വെളിച്ചം, 2-ാമത്തെ ദിവസം വിധാനം ആകാശം ഉണ്ടായി, ഇല്ലയോ? 3-ാമത്തെ ദിവസം വെള്ളത്തെ ഒരു സ്ഥലത്തിൽ ഒതുങ്ങാൻ പറഞ്ഞു. കരയും കടലും ഉണ്ടായി. വൃക്ഷങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. 3 ദിവസത്തെ മനസ്സിലായോ? 1-ാമത്തെ ദിവസം വെളിച്ചം, 2-ാമത്തെ ദിവസം വിധാനം, പകുതി വെള്ളത്തെ മാറ്റി, 3-ാമത്തെ ദിവസം വെള്ളത്തെ ഒതുക്കി, കരയും കടലും, കരയിൽ വൃക്ഷങ്ങളും ഇതൊക്കെ ഉണ്ടായി. ഇത് ആദ്യത്തെ 3 ദിവസം. ഫസ്റ്റ് 3 days അറേഞ്ച്മെൻ്റ് ചെയ്തു, ഇല്ലയോ? വെളിച്ചം ഉണ്ടാക്കി, വെള്ളത്തെ മാറ്റി, ഇല്ലയോ? കരയും കടലും ഒക്കെ ആക്കി എല്ലാം സെറ്റാക്കി, ഇല്ലയോ? ഫസ്റ്റ് 3 days ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തു, എല്ലാத்தையும் അറേഞ്ച് ചെയ്തു. അടുത്ത 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, ഇല്ലയോ? 4-ാമത്തെ ദിവസം പെർമനൻ്റ് ലൈറ്റ് ഉണ്ടാക്കി. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കി, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ ദിവസം ആകാശത്തിലെ പക്ഷികളെയും, ഇല്ലയോ? കടലിലെ വെള്ളത്തിലെ മത്സ്യങ്ങളെയും സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. അപ്പോൾ ഫസ്റ്റ് 3 days അറേഞ്ച്മെൻ്റ് ചെയ്തു, എല്ലാം ഒരുക്കി, അതിനെ ഒരുക്കി, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുമ്പേ അവന് വേണ്ടതായ വിഷയങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്തു? ഭൂമിയിലെ ഒരുക്കി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 7-ാമത്തെ ദിവസം എല്ലാവർക്കും അറിയാം, അത് ശബത്താണ്. ദൈവം സൃഷ്ടിച്ചതിന് ശേഷം വിശ്രമിച്ച ഒരു ദിവസമാണ്, ഇല്ലയോ? അപ്പോൾ 1-ാം ദിവസം ഇരുണ്ടു കിടന്ന ഭൂമിയിൽ വെളിച്ചമുണ്ടാക്കി. 2-ാമത് വെള്ളം നിറഞ്ഞു നിന്നു, ജലത്തിൻ മധ്യയിലെ വിധാനമുണ്ടാക്കി, അതിനെ വേർപിടിച്ച് എടുത്തു. 3-ാമത്തെ ദിവസം കരയും കടലും, ഇല്ലേ? വെള്ളത്തെ, ബാക്കി കിട്ടുന്ന വെള്ളത്തെ ഒരിടത്ത് ഒതുക്കി, കരയും കടലും വരുവാനിരിക്കുന്ന മനുഷ്യർക്ക് തിന്നുവാനുള്ള ആഹാരം ഉണ്ടാകുവാൻ വൃക്ഷങ്ങളെയൊക്കെ റെഡിയാക്കി. 4-ാം ദിവസം പെർമനൻ്റ് ആയിട്ട് സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു. 5-ാമത്തെ ദിവസം ആകാശത്തിലെ പക്ഷിയും വെള്ളത്തിലെ നീന്തുന്ന, ഇല്ലേ, മത്സ്യങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ നിങ്ങൾ വീട്ടിൽ ചെന്ന് റിമൈൻഡ് നോക്കുക, റീകോൾ ചെയ്ത് നോക്കുക, എഴുതിയ നോട്ട്സ് ഒന്ന് നോക്കുക, സംശയമുള്ളത് കൊണ്ടുവരിക, നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ബൈബിളെ കുറിച്ച് പറഞ്ഞു. സൃഷ്ടിപ്പിൻ്റെ അകത്ത് ബൈബിളിൻ്റെ അകത്ത് നമ്മൾ കാല് വെച്ചതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയുള്ള ക്ലാസ് ഇതുവരെ നമുക്ക് ബേസാണ്, കാരണം നമ്മൾ 0 നിന്ന് തുടങ്ങും, ഒന്നും അറിയാത്തവർ പഠിക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇനി മുതൽ നമുക്ക് ബൈബിളിൻ്റെ അകത്താ പഠിക്കണം. ഓക്കെ, കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ബൈബിൾ വ്യക്തമായി അറിയണം. എഴുതുന്ന നോട്ട് വ്യക്തമായി എഴുതി മറ്റുള്ളവരെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം, ഇല്ലയോ? മറ്റുള്ളവരെയും പഠിപ്പിക്കണം. സ്വന്തമായിട്ട് ബൈബിൾ വായിച്ചാലെല്ലാം അതിൻ്റെ കിടപ്പുവശമൊന്നും മനസ്സിലാകത്തില്ല. നാളെ നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി. നാളെ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ വീഴ്ചയ്ക്കായ കാരണങ്ങൾ, സ്തോത്രം, ആ വീഴ്ചയിൽ മനുഷ്യനുണ്ടായ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവം ചെയ്ത പദ്ധതി, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ അതിൻ്റെ ആരെല്ലാം റൂൾ ചെയ്തു, രാജാക്കന്മാരുടെ കാലം, പഴയ നിയമം അത് എങ്ങനെ പൂർണ്ണമായി, അതിനുശേഷം പുതിയ നിയമം തുടങ്ങിയത് എങ്ങനെ എന്നുള്ളതൊക്കെ തുടർന്ന് നാളെ നമുക്ക് ക്ലാസ്സിലേക്ക് പഠിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു കളിയായി എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും കൺവെൻഷനും വലിയ മീറ്റിംഗ് ഉണ്ട്.
വലിയ സ്റ്റേജിൽ നിന്ന് അവർ പ്രസംഗിച്ചിട്ട് പോകും. സാമാന്യ ജനത്തിന്, വിശ്വാസികൾക്ക് വേദപുസ്തകം പഠിക്കാനുള്ള താല്പര്യമില്ലാത്ത കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്. കർത്താവ് അതിന് വെച്ചാൽ നാളെ ഞാനത് ചുരുക്കി പറയാം. പഴയ നിയമമൊക്കെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് നാളെ പഠിക്കാം. അത് തുടർന്ന് കർത്താവ് സമയമുണ്ടെങ്കിൽ തുടർന്ന് പുതിയ നിയമവും അതിൻ്റെ നിയമങ്ങളൊക്കെ വശങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വരാത്തവരോട് അറിയിക്കുക, നാളെ വരാൻ പറയുക, പഠിക്കുക. ഇനിയൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.